മോളെ, നീതു മോളെ, മോളെ, മോളിവിടെ ഇല്ലേ? വരുന്ന വഴിയാ? ഞാൻ വരുന്ന വഴിയാ. ഞാൻ വരുന്ന കാര്യം മോളോട് പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആകുമല്ലോ. ആ അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ. പറയാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെവിടെയും പോയിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യും? ഏ എവിടെയും പോയൊന്നും കാണിയല്ല. എവിടെ പോണെങ്കിലും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടേ പോവുള്ളൂ. അയലോക്കത്ത് വീട്ടിൽ പോണെങ്കിൽ കൂടി എന്നോട് പറയാം, അമ്മേ ഞാനിങ്ങനെ പോവുക കേട്ടോന്ന്. ദിവസം 4 നേരം വിളിക്കൂന്നേ പെണ്ണ്. പാരാസെറ്റമോള് കഴിക്കുന്ന പോലെ 4 നേരം വിളിക്കുമല്ലേ? ചില പെൺപിള്ളേർ അങ്ങനെയാ. മോളെ, മോളെ, അതാ ഞാനങ്ങ് പോയേക്കുവാണേ. ആ എന്നെ നാക്കിയതാണോ? പാരാസെറ്റമോള് കഴിക്കുന്നത് പോലെ പോലും. മോളെ, ഉഫ്, അവളുടെ അമ്മയാന്ന് തോന്നുന്നു കിടന്ന് വിളിച്ചു പോകുന്നത്. ഇതെല്ലാ ആഴ്ചയും ഇങ്ങനെ വരുന്നത് എന്ത് കാണാനാവാ ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അങ്ങ് പോയതല്ലേ ഉള്ളൂ. വരുന്നു വരുന്നു. ഇരിക്കെ. മോളെന്തിയെ? ഞാൻ കൊറേ കിടന്ന് അവളെ വിളിച്ചു, കേട്ടില്ല. അവള് ബാത്റൂമിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാനേ ഇച്ചിരി ചോറും കഴിച്ചിട്ട് കിടന്നതാ. കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. സമയം പോയത് അറിഞ്ഞില്ല. അയ്യോ, അതിന് ചോറ് തിന്നാനൊക്കെ നേരമായോ? അയ്യോ, സമയം ഇതേ 1:45 കഴിഞ്ഞില്ലേ? ചോറ് കഴിച്ചിട്ടല്ലേ വന്നതല്ലേ? ഇല്ല, ഞാൻ കഴിച്ചില്ല. ഞാൻ 12:30 കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. ചോറൊന്നും കഴിക്കാതെയാ വന്നത്. ഓ, അത് ശരി. ദൈവമേ, ഇവിടെയാണെങ്കിൽ 1 മണി ചോറ് കിട്ടില്ല. ഞങ്ങളാണെങ്കിൽ ഇന്ന് രാവിലെ ചോറ് വെച്ചുമില്ല. ഇന്നലെ വെച്ച ചോറ് തിളപ്പിച്ചൂറ്റി വൈകുന്നേരം ചോറ് വെക്കാന്ന് വിചാരിച്ചിട്ട്. അതാണെങ്കിൽ പഠിച്ച് ഞങ്ങൾ ചോറ് കഴിക്കുകയും ചെയ്ത് കലവും കഴുകി വെച്ചു. ഇനിയിപ്പോ ചോറും ഇല്ലല്ലോ. ഇനിയിപ്പോ രാത്രിക്കത്തേക്ക് വെക്കാൻ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. ആണോ? കഷ്ടായി പോയി. ഏ അമ്മ വന്നോ? മോളെ, ഞാൻ രാവിലെ വിളിച്ചപ്പോ പോലും അമ്മ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ കൊറേ വിളിച്ചായിരുന്നടി. ഈ ബാത്റൂമിലായിരുന്നു അമ്മ പറഞ്ഞേ. ഞാൻ നിനക്കൊരു ടോപ്പ് മേടിച്ചതാ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ. എനിക്കോ? നോക്കിക്കേ. ആ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. അയ്യേ, കറുത്തതാണോ? ആ ഇതിപ്പോ കൂട്ടും ചേരത്തില്ല ഇട്ട് കഴിഞ്ഞാലേ. കളറൊന്നും ഇപ്പൊ ഒട്ടും ചേരിയല്ല. ഇത് എവിടുന്ന് മേടിച്ചതാ ഇത്? മറ്റേ ആ ബസ് സ്റ്റാൻഡിൽ ഒരു കടയുണ്ടല്ലോ, ഏതെടുത്താലും 199 രൂപ എന്നും പറഞ്ഞിട്ട്. അവിടുന്ന് മേടിച്ചതാണോ? പിന്നെ ഞാൻ നല്ല ഒന്നാം തരം കടയിൽ കയറിയിട്ട് മേടിച്ചതാ. നല്ല പൈസയായി അതിന്. പക്ഷെ കണ്ടാൽ അങ്ങനെ പറയത്തില്ലേ. ഞാൻ ഓർത്ത് ആ കടയിൽ ഇറങ്ങി അവിടുന്ന് മേടിച്ചതായിരിക്കുമെന്ന്. ഞാൻ ഇവക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ടോപ്പ് എടുത്ത് കൊടുത്തു. നല്ല ടോപ്പാ, 850 രൂപ വിലയായി. ഒരു റൂബി പിങ്ക് കളർ. നല്ലതല്ലായിരുന്നോടി മോളെ? അയ്യ, അതവക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കളറാണ്. അവക്ക് ഇഷ്ടമില്ല. ടോപ്പൊക്കെ എടുക്കുമ്പോ അവളോട് ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ. വലിയ വിലയൊക്കെ കൊടുത്തിട്ട് എടുക്കുമ്പോഴേ 850 രൂപയുടെ ടോപ്പ്. പിന്നെ അതിട്ടിട്ട് ഇവള് കഴിഞ്ഞ ദിവസം കേറിക്കൂടലിന് പോയായിരുന്നു അപ്പുറത്തെ വീട്ടില്. എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി ടോപ്പാണല്ലോ, നല്ലോണം ചേരുന്നുണ്ടല്ലോ എന്ന്. അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാ നല്ല ചേർച്ചയായിരുന്നു. അല്ലെ മോളെ? അമ്മ ഇങ്ങ് വന്നേ. വാ, ഒരു കാര്യം പറയട്ടെ. വരുവാ. വാ. അമ്മയ്ക്ക് വല്ല കാര്യമുണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ അമ്മയോട് വഴക്ക് കൂടാൻ വേണ്ടിയിട്ട്? അമ്മ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്? അമ്മയാണെങ്കിൽ ഒരു പാവാ. എന്നെ എന്ത് കാര്യമായിട്ടാ നോക്കുന്നതെന്ന് അറിയാവോ? ഈ അമ്മ വെറുതെ. എടി അതിന് ഞാൻ പതുക്കെ പതുക്കെ. എടി അതിന് ഞാനാണോ വഴക്ക് കൂടിയത്? നിന്റെ അമ്മായിയമ്മ ഇങ്ങോട്ട് ചൊറിയുന്ന വർത്താനം പറഞ്ഞ വഴക്കിന് വന്നത് നീ കണ്ടതല്ലേ? ഏ അല്ല, ഞാൻ എന്ത് വഴക്ക് കൂടാനാ വന്നേ? ഞാൻ വല്ല വഴക്കിനും വന്നോ? വന്നോ മോളെ? ഞാനാണോ വഴക്കുണ്ടാക്കിയത്? ഒളിഞ്ഞു നിൽക്കുവായിരുന്നല്ലേ ഞങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്? ഇതൊരു നല്ല ശീലമൊന്നും അല്ല ഈ ഒളിഞ്ഞു നിൽപ്പേ. പിന്നെ ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല. ഞാൻ ചായ വേണോന്ന് എടുക്കട്ടെ എന്ന് പറയാൻ വേണ്ടിട്ട് വന്നപ്പം കേട്ടതാ. അല്ലാണ്ട് ഞാനിവിടെ ഒളിഞ്ഞു നിൽക്കേണ്ട കാര്യം എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിന്റെ അമ്മായിയമ്മ ഒളിഞ്ഞു നോക്കിയത് കണ്ടായിരുന്നോടി? അമ്മ മിണ്ടാതിരിക്കുന്നു. അയ്യോ, അയ്യോ. നമ്മളെ അവരുടെ എന്തെങ്കിലും കുറ്റം പറയുമോന്ന് അറിയാൻ വേണ്ടിട്ടേ അവിടെ വന്നിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു പാപം. അമ്മ ഒരു കാര്യം ചെയ്തേ, മര്യാദയ്ക്ക് തിരിച്ചു പോവാൻ നോക്ക്. ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാൻ വേണ്ടിട്ട് എല്ലാ ആഴ്ചയും വരും. അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ? ഇപ്പം അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചാൽ അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ മകളെ കെട്ടിച്ചു വിട്ട വീടല്ലേ. ഇവിടെ വന്നിട്ട് വെറുതെ ഞാനും അമ്മയും തമ്മിൽ ഒരു വഴക്കുമില്ല. അമ്മ അങ്ങന്ന് വണ്ടി വിളിച്ച് വരും ഇവിടെ എന്റെ അമ്മായിയമ്മയായിട്ട് വഴക്കിടാൻ വേണ്ടിട്ട്.
വല്ലാത്ത ചൊറിച്ചിലാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അമ്മ മര്യാദയ്ക്ക് പോവാൻ നോക്കിക്കേ. അയ്യോ എന്റെ അമ്മേ, ഞാനങ്ങ് പോയേക്കാം എന്റെ ദൈവമേ. ഓ ഇപ്പൊ ഞാൻ മരുന്ന് എടുക്കുന്നതൊക്കെ നിനക്കൊരു മനസ്സമാധാനക്കേടാ. ഓ എന്റെ മോന് ഇച്ചിരി പൈസ തന്നപ്പോ എന്നാ നിനക്കൊരു ടോപ്പ് എടുത്തോണ്ട് വരാന്ന് വിചാരിച്ചിട്ട് ഓടിപ്പടിച്ച് വന്നതാ ഞാനിനി വരുന്നില്ല. പോരെ. നമുക്ക് ഇപ്പൊ അമ്മായിയമ്മേനെ മതി, അമ്മേനെ വേണ്ട. ഓ ഞാൻ വഴക്കാളി, ഞാനങ്ങ് പോയേക്കാം. ശ്ശോ, എല്ലാ വീട്ടിലും അമ്മായിയമ്മയും മരുമോളും തമ്മിലായിരിക്കും അടി. ഇവിടെ നേരെ തിരിച്ചാണ്. എന്റെ അമ്മ വരും വഴക്കുണ്ടാക്കാൻ. എന്നാലും എന്റെ മോളെ, ഒരു ഗ്ലാസ് ചായ പോലും കൊടുക്കാതെ നീ അമ്മേനെ പറഞ്ഞു വിട്ടത് ഒട്ടും ശരിയായില്ല കേട്ടോ. ഭയങ്കര മോശമായി പോയത്. അമ്മ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വായി അടങ്ങിയിരിക്കൂല. എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിര് പറഞ്ഞുകൊണ്ടിരിക്കും. സാരില്ല. പ്രായമായവരാകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നും എടുത്തെന്നും ഒക്കെ ഇരിക്കും. ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മയല്ലേ. അത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോകുന്നും പറഞ്ഞ് ഇറക്കി വിടുവാണോ വേണ്ടത്? ഇതൊന്നും അത്ര കൊള്ളിയല്ലാത്തൊരു സ്വഭാവമാണ് കേട്ടോ. അവരുടെ മനസ്സ് എന്തുമാത്രം വിഷമിച്ച് കാണും. കഷ്ടമായി പോയി. പിന്നെ അടുത്ത ആഴ്ച പിന്നെയും വരുമായിരിക്കും. അപ്പൊ ചായ കൊടുക്കാം. അയ്യേ, ഇതെന്തൊരു സാധനം ഇത്! എങ്ങനെ ഇരിക്കുന്നു?